നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വിപുലമായതും ഗുണപരവുമായ വിദ്യാഭ്യാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് KD പ്രസേനൻ MLA. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന നിലയിലുള്ള പുത്തൻ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അനിവാര്യമാണെന്നും KD പ്രസേനൻ. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തും. പേവിഷബാധ തടയുന്നതിന്റെ ഭാഗമായാണ് IVA സെമിനാർ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി മലപ്പുറം സ്വദേശിയായ യുവാവ് പിടിയിൽ. മലപ്പുറം പുഴയ്ക്കാട്ടിരി പൂളയ്ക്കൽ ഷബാബിനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. വിപുലമായതും ഗുണപരവുമായ വിദ്യാഭ്യാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് KD പ്രസേനൻ MLA. കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച SLC+2 ഉന്നത വിജയികളെ അനുമോദിക്കുന്നതിനുള്ള വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കുട്ടി പോലും പരാജയപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട കോൾമന്നം ആലത്തൂർ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ ഉൾപ്പെട്ട 7 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർ സമ്പൂർണ്ണമായി വിജയിക്കുന്നവരായി മാറിയിട്ട് കുറച്ചാണ്. +2 വിജയത്തിലും വളരെ മികച്ച നേട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള റിസൾട്ടുകളാണ് +2-ലെ വിദ്യാർത്ഥികൾ നമുക്ക് വേണ്ടി നേടിത്തരുന്നത്. ഇവിടെ പ്രതിപാദിക്കപ്പെട്ട പോലെ 1200-ൽ 1200 മാർക്കും വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അസാമാന്യമായ ഒരു വാങ്ങലാണ്, ഒരു കരുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അത് അസാധ്യമാണ് എന്ന് ചിന്തിച്ചിരുന്ന നമ്മൾക്കിടയിലാണ് അത് സാധ്യമാണ് എന്ന് തെളിയിച്ച 3-4 കുട്ടികൾ. ഈ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 7 കുട്ടികൾ സമ്പൂർണ്ണ മാർക്ക് വാങ്ങിച്ചപ്പോൾ അതിലേതാണ്ട് 4 കുട്ടികൾ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ കുട്ടികളാണ്. കിഴക്കഞ്ചേരിയിലെ ഈ കുട്ടി, അതിന് പുറമെ തന്നെ ഇവിടെ നമ്മുടെ ശോഭാ ഗ്രൂപ്പിൻ്റെ ഐക്യങ്ങളിൽ വിജയിച്ച 1200-ൽ 1200 വാങ്ങിച്ച കുട്ടി, മംഗൾഡാം ലൂർദ് മാതയിലെ കുട്ടി, ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ കുട്ടി, അങ്ങനെ 4 കുട്ടികൾ 1200-ൽ 1200 വാങ്ങിച്ചത്. 4-5 മാർക്കിൻ്റെ കുറവുള്ള കുട്ടികൾ ഈ മണ്ഡലത്തിൽ തന്നെയുണ്ട്. അവരും യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായ മാർക്ക് വാങ്ങിച്ചു. സമ്പൂർണ്ണ A+ വാങ്ങിച്ച കുട്ടികളുടെ എണ്ണത്തിലും വലിയ വർധനവ് നമുക്ക് ഈ വർഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന നിലയിലുള്ള പുത്തൻ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അനിവാര്യമാണെന്നും KD പ്രസേനൻ പറഞ്ഞു. ചടങ്ങിൽ രതിക മണികണ്ഠൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ K സുരേന്ദ്രൻ, പ്രധാനാധ്യാപിക C സാഹിദ, ബഷീർ മാസ്റ്റർ, V രാധാകൃഷ്ണൻ, K രവീന്ദ്രൻ, രാജീവ് കൃഷ്ണൻകുട്ടി, സലീം പ്രസാദ്, M അശോകൻ, S ബഷീർ, V മുരളീധരൻ, റെജി രാജൻ, ജോസ് മുണ്ടശ്ശേരി എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ IVA ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് പേവിഷബാധ തടയുന്നതിനെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ നടന്നു. ശനിയാഴ്ച ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിലാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ സമീപ വർഷങ്ങളിൽ പേവിഷബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ സെമിനാർ. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ഭാഗ്യലക്ഷ്മി, ഡോക്ടർ ദിലീപ് ഫൽഗുനൻ, ഡോക്ടർ K വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ഈ വേൾഡ് റേബീസ് ഡേ സെപ്റ്റംബർ 28 നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരു സംസ്ഥാന പ്രോഗ്രാമായിട്ട് ആഘോഷിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 28 ശനിയാഴ്ച IMA ഹാളിൽ വെച്ചിട്ട് നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്കായിട്ട്, ഹൈസ്കൂൾ സ്റ്റുഡൻസിനായിട്ട് ഒരു ക്യൂസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷനും നമ്മൾ നടത്തുന്നുണ്ട്. ഈ പ്രാവശ്യം വേൾഡ് റേബീസ് ഡേയുടെ തീം ബ്രേക്കിംഗ് റേബീസ് ബൗണ്ടറീസ് എന്നുള്ള തീമോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ സ്കൂളുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വിളിച്ചിരിക്കുന്നത് അതിനും കൂടെയാണ്. നമ്മൾ ജില്ലയിലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനായിട്ടാണ് ക്യൂസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ പെയിന്റിംഗ് കോമ്പറ്റീഷനും IMA ഹാളിൽ വെച്ചിട്ട് 9:30-ക്കാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി മലപ്പുറം സ്വദേശിയായ യുവാവ് പിടിയിൽ. മലപ്പുറം പുഴയ്ക്കാട്ടിരി പൂളയ്ക്കൽ ഷബാബിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനടിയിൽ റെയിൽവേ ലൈനിന് സമീപത്തായാണ് 4 കിലോ കഞ്ചാവടങ്ങിയ ബാഗുമായി യുവാവ് പിടിയിലാവുന്നത്. മലപ്പുറം പുഴക്കാട്ടിരി പനങ്ങാക്കര പൂളയ്ക്കൽ ഷബാബിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറീസയിൽ നിന്നും കച്ചവട ആവശ്യത്തിനായാണ് യുവാവ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട്, ഷൊർണൂർ ഉൾപ്പെടുന്ന പ്രധാന സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കിയതോടെയാണ്
ഒറ്റപ്പാലം സ്റ്റേഷൻ വഴിയുള്ള കഞ്ചാവ് കടത്ത് പതിവാകുന്നത്. കഴിഞ്ഞ ദിവസം 11 കിലോഗ്രാം കഞ്ചാവുമായി 2 സംഘങ്ങളെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പോലീസും എക്സൈസും ചേർന്ന് പിടികൂടിയിരുന്നു. ഷബാബ് ഒറ്റപ്പാലത്ത് ട്രെയിൻ ഇറങ്ങി മലപ്പുറത്തേക്ക് കഞ്ചാവ് കടത്താനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലാവുന്നത്. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ്, SI എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ആപ്പ് സ്ക്വാഡ് ഉൾപ്പെട്ട സംഘമാണ് യുവാവിനെ പിടികൂടിയത്. ദേശാഭിമാനി സീനിയർ സബ് എഡിറ്ററായ ബാലകൃഷ്ണനെ പാലക്കാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. അനുസ്മരണ പരിപാടി സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷനായി. സെക്രട്ടറി ശ്രീനേഷ്, മധുസൂദനൻ കർത്ത, സുരേഷ് വെള്ളിമംഗലം, രമേഷ്, CR ദിനേശ് എന്നിവർ സംസാരിച്ചു. എത്രയോ വർഷം, ഒരു 30 അതിലധികമോ വർഷങ്ങൾക്ക് മുമ്പ് അനിൽ വള്ളിക്കാട്ടിനെ പോലെയുള്ള അന്നത്തെ ചെറുപ്പക്കാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന കാലത്ത്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു ദിവസം രാവിലെ സുൽത്താൻപേട്ടയിലെ വീട്ടിൽ ബാലകൃഷ്ണൻ കയറി വന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് ബാലകൃഷ്ണൻ MA പഠിക്കുക. ദേശാഭിമാനിലൊന്നും കയറിയിട്ടില്ല. വന്ന് അദ്ദേഹത്തിൻ്റെ ഇരുത്തം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. അങ്ങനെയുണ്ടോ ചിലർ, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടാവും, അല്ലാതെ ഇഷ്ടപ്പെടാതിരിക്കും. അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മളത് പുറത്ത് കാണിക്കില്ലെങ്കിലും. ബാലകൃഷ്ണൻ എനിക്ക് അന്ന് തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ ഇരിപ്പിലും. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനം ഒക്ടോബർ 1 നടക്കും. ചരിത്ര പുസ്തക പ്രകാശനം ഉൾപ്പെടെ വിവിധ പരിപാടികളുടെയും ശതാബ്ദി ആഘോഷ പരിപാടികളുടെയും സമാപനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. MN ഗോപാലകൃഷ്ണ പണിക്കർ, ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി, T ദേവൻ, രാജു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പാലക്കാടിന്റെ പ്രിയങ്കരനായ MP 50 ലക്ഷം രൂപ അനുവദിച്ച് അവിടെ ഒരു ഗാന്ധി മ്യൂസിയത്തിന്റെ പണികൾ നടന്നു വരികയാണ്. അത് ഉടനെ തന്നെ മിക്കവാറും ഈ മാസം ഒക്ടോബറിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളത്തിലെ തന്നെയല്ല അറിയപ്പെടുന്ന ഈശ്വരിയമ്മാളിന്റെ ചരിത്രവും അവരുടെ പ്രാധാന്യവും പലരും വിസ്മരിക്കപ്പെട്ടു പോയിട്ടുള്ളതാണ്. എന്നാൽ പഴയ സ്വാതന്ത്ര്യ സമര ചരിത്രം, പ്രത്യേകിച്ചും മലബാർ പ്രദേശത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം ഈശ്വരിയമ്മാളിന്റെ പ്രാധാന്യം. ഈശ്വരിയമ്മാള് ഈ TR കൃഷ്ണസ്വാമി അയ്യരുടെ കൂടെ കൽപ്പാത്തി അഗ്രഹാരത്തിൽ നിന്നും അദ്ദേഹത്തെ ഇറക്കി വിട്ടപ്പോൾ പടിയടച്ച് പിണ്ണം വെക്കുക എന്ന് പറഞ്ഞ അന്നത്തെ ആചാരം അനുഷ്ഠിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ഈശ്വരിയമ്മ. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട നാഷണൽ കർഷക ജനതാദളിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് തള്ളിക്കയറി. VK ശ്രീകണ്ഠൻ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും മറ്റു പ്രാഥമിക സൗകര്യങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് തടഞ്ഞു. നാഷണൽ ജനതാദൾ നേതാക്കളായ യൂസഫ് അലി മടവൂർ, വിൻസെന്റ്, നൌഫിയ നസീർ, നൂർജഹാൻ, സുരേഷ് ഇർഷാദ്, സുഗതൻ, ഹംസ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് നഗരസഭയുടെ അമാന്തം മൂലം സ്തംഭിച്ചു കിടക്കുന്ന ബസ് സ്റ്റാൻഡ് പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് നാഷണൽ ജനതാദൾ ഔപചാരികമായി ആവശ്യപ്പെടുകയാണ്. ഈ ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 5.5 മാസത്തോളം തുടർച്ചയായി സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണമെങ്കിലും ആരംഭിച്ചത്. ഈ പരിപാടി, ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണിത്. ഈ രാജ്യത്ത് ഒരു സമരം നടക്കുമ്പോൾ ചില ആരെങ്കിലും ചിലപ്പോൾ ചെറിയ അതിക്രമങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആളുകൾ എല്ലാവരും അതിക്രമം കാണിക്കുന്നവരാണെന്ന് വിലയിരുത്തരുത്. നെല്ലിയാമ്പടം കാഞ്ഞിരംകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു.
ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 2023-24 വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കാഞ്ഞിരംകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുലം ചേച്ചി, സ്വാഗതം പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജൻ ചേച്ചി, വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മി ഷാജി, വാർഡ് മെമ്പർ ഉഷ് ചേച്ചി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുലോചന അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ടി രജനി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി, പഞ്ചായത്ത് അംഗം ഉഷാകുമാരി, ശിവനാരായണൻ, പ്രഭാകരൻ, ഗിരീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിപുലമായതും ഗുണപരവുമായ വിദ്യാഭ്യാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കെ ഡി പ്രസേനൻ MLA. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന നിലയിലുള്ള പുത്തൻ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അനിവാര്യമാണെന്നും കെ ഡി പ്രസേനൻ. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തും. പേവിഷബാധ തടയുന്നതിന്റെ ഭാഗമായാണ് IVA സെമിനാർ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി മലപ്പുറം സ്വദേശിയായ യുവാവ് പിടിയിൽ. മലപ്പുറം പുഴയ്ക്കാട്ടിരി പൂളയ്ക്കൽ ഷബാബിനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.